സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് ദൈവവചനം ശ്രവിക്കാം. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം. ദിവസം 1 ധനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് 1 ധനാറ. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ധനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. ഹല്ലേലൂയ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കേട്ട വചനം മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ. മുന്തിരിത്തോട്ടം എന്ന് വെച്ചാൽ സ്വർഗരാജ്യം, ജോലിക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവം സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഉപമകൾ വഴിയാണ്. ആ ഉപമകൾ നമ്മൾ പല പ്രാവശ്യം വായിച്ചാൽ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ ദൈവരാജ്യ രഹസ്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ദിവസം പോലും ബൈബിൾ ഒരിക്കലും ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ വചനഭാഗം അതിരാവിലെ തൊട്ട് ജോലിക്ക് ചെന്നവർ, താമസിച്ച് ജോലിക്ക് ചെയ്യുന്നവർ, ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഒരേ കൂലിയാണ് ദൈവം തമ്പുരാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന മക്കളും ദൈവത്തോട് അകന്നു നിൽക്കുന്ന മക്കളും. ഈ ഒട്ടി നിൽക്കുന്ന മക്കളെ പോലെ തന്നെ അകന്നു നിൽക്കുന്ന മക്കളും മാനസാന്തരപ്പെട്ട് ദൈവമേ എന്ന് ഒന്ന് വിളിച്ചാൽ ഒട്ടി നിൽക്കുന്ന മക്കളെക്കാൾ അതുപോലെ തന്നെ അകന്നു നിൽക്കുന്ന മക്കളെയും ദൈവം സ്വീകരിക്കുമെന്നാണ്, ഒരേ കൂലി കൊടുക്കുമെന്നാണ് നല്ലവനായ ദൈവം ഈ വചനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കും ആ സ്നേഹസ്വരൂപനായ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയും നല്ല ദിവസം ആശംസിക്കുകയും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ.